ഞാനിന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതോടൊപ്പം തന്നെ കുറച്ച് ടെൻഷനും ഉണ്ട്. ഞാനിന്ന് ഞങ്ങളുടെ കമ്പനി ഓർഗനൈസ് ചെയ്യുന്ന എൻഡ് ഓഫ് ദി ഇയർ ക്രിസ്മസ് പാർട്ടി ആഘോഷിക്കാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ 2 വർഷവും പല തട്ടും തടയും പറഞ്ഞ് ഞാൻ ഈ ഒരു പരിപാടി ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കണ്ണൻ്റെ നിരന്തരമായിട്ടുള്ള നിർബന്ധവും എൻ്റെ ഓഫീസിൽ എനിക്ക് അറിയുന്ന കുറച്ച് ഫ്രണ്ട്സ് ഒരുമിച്ച് പോവാമെന്ന് പറഞ്ഞതിൻ്റെ ബലത്തിലുമാണ് ഞാൻ ഈ ഒരു സാഹസത്തിന് മുതിർന്നത്. ഓഫീസിൽ നിന്ന് നമ്മൾ നേരെ ഇവൻറ്റ് സെൻറ്ററിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത്. ഏതാണ്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു സ്ഥലത്തെത്തി. ഓക്ലൻഡിലെ ക്വീൻസ് വോഫിലുള്ള ക്ലൗഡ്സ് ഇവൻറ്റ് സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഈ ഒരു പാർട്ടി ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കമ്പനി ന്യൂസിലൻഡിൽ മിക്കവാറും എല്ലാ സിറ്റീസിലും ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ സിറ്റീസിലും എല്ലാ വർഷവും ഈ ഒരു ക്രിസ്മസ് പാർട്ടി ഓർഗനൈസ് ചെയ്യാറുണ്ട്. ചെന്ന ഉടനെ നമ്മുടെ ഡ്രിങ്ക്സിനുള്ള കൂപ്പോൺസ് ആണ് കേട്ടോ തന്നത്. നമ്മളവിടെ ചെന്നപ്പോൾ പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായിട്ടുള്ള 100 കണക്കിന് മുഖങ്ങളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ചെന്നുടനെ ഓരോ കുക്കീസും എടുത്തിട്ട് നമ്മൾ പരിപാടിയിലേക്ക് അങ്ങ് കടന്നു. നമ്മുടെ മെയിൻ ഉദ്ദേശം ഫുഡടി ആയതുകൊണ്ട് തന്നെ ചെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരെ വെച്ച് പിടിച്ചത് ഫുഡ് കോർട്ടൊക്കെ ഉള്ള ഏരിയയിലേക്കാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചധികം ഫ്രണ്ട്സിനെ കൂടെ കിട്ടി. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഫുഡടി പരിപാടിയിലേക്ക് കടന്നു. ഒരുപാട് ഫുഡ് ട്രക്സ് ഉണ്ടായിരുന്നു. മിക്കവാറും നമുക്ക് പറ്റാവുന്ന ഒരുവിധം എല്ലാ സാധനങ്ങളും നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. ഷിപ്പും ബോട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ ആ ഭംഗിയുള്ള വ്യൂ ഒക്കെ ആസ്വദിച്ച് നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു വെൽ സ്പെൻഡ് ഈവനിങ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അത്യാവശ്യം വയറൊക്കെ നിറഞ്ഞ് ഐസ്ക്രീംസും പുഡിങ്ങും പിന്നെ കുറച്ച് ജലാറ്റോ ഒക്കെ കഴിച്ച് ജ്യൂസൊക്കെ എടുത്ത് നമ്മൾ നേരെ പോയത് നമ്മുടെ DJ നടക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടെ ഒരുപാട് പേര് നിന്നിട്ട് ഡാൻസൊക്കെ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ അതിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴാണ് ഒരു സൈഡിലായിട്ട് ഫേസ് പെയിൻറ്റിങ് നടക്കുന്നത് കണ്ടിട്ടുള്ളത്. ഇവിടെ മിക്കവാറും പിള്ളേരുടെ ബർത്ത്ഡേക്കൊക്കെ ഞാൻ ഇങ്ങനത്തെ പരിപാടി കണ്ടിട്ടുണ്ട്. ഇതുവരെ ഇത് ചെയ്ത് നോക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാത്ത എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ടീം ലീഡേഴ്സും മാനേജേഴ്സും ഒക്കെ ഫേസ് പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്കും ചെയ്ത് കളയാമെന്നും പറഞ്ഞ് അവരെടുത്ത് പോയിരുന്നു. എൻ്റെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ അവരെനിക്ക് ഫേസ് പെയിൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ പോയത് ഡാൻസ് ഫ്ലോറിലേക്കാണ് കേട്ടോ. അടിപൊളിയായിട്ട് കുറേ നേരം നമ്മൾ എൻജോയ് ചെയ്ത് ഡാൻസൊക്കെ ചെയ്തു. നമ്മുടെ ടീം ലീഡേഴ്സും മാനേജേഴ്സും ഒക്കെ നമ്മുടെ കൂടെ വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു ദിവസം ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ചില സമയത്ത് ചിരിക്കുക പോലും ചെയ്യാത്ത ആൾക്കാരൊക്കെയാണ് നമ്മുടെ കൂടെ ഡാൻസ് ചെയ്യാനും അടിച്ചു പൊളിക്കാനും ഒക്കെ നിൽക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. ഇന്നത്തെ ഈ ഒരു ദിവസം ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് നന്നായിട്ട് അത് മിസ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. അങ്ങനെ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ മറ്റൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം എല്ലാ വർഷവും ഇനിയുള്ള ക്രിസ്മസ് പാർട്ടിയിലൊക്കെ പങ്കെടുക്കണം എന്നുള്ളത്. കാരണം അത്രയും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത ഒരു വെൽ സ്പെൻഡ് ഈവനിങ് തന്നെയായിരുന്നു കേട്ടോ. ഇങ്ങനെയുള്ള ഓരോ ദിവസങ്ങളും ഓരോ സെലിബ്രേഷൻസും ആണ് നമ്മുടെ ലൈഫിലുള്ള സ്ട്രെസ്സൊക്കെ മാറ്റുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായാലും അന്നത്തെ ഒരു ദിവസം കൊണ്ട് എനിക്ക് ഒരുപാട് പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ടോ. അപ്പം ശരി, പിന്നെ കാണാട്ടോ.